ഇനി മുതൽ ചിക്കൻ കൈ കിട്ടുമ്പോൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കൂട്ടോ. പണിയും എളുപ്പമാണ്, അതുപോലെ തന്നെ ഒരു ഒന്നൊന്നര രുചിയാണ് കേട്ടോ. പാത്രം എക്കാലിയെന്ന് ചോദിച്ചാൽ മതി, സിമ്പിൾ ആയിട്ടോ റെഡിയാക്കി എടുക്കാനായിട്ട്. അപ്പൊ ആദ്യം തന്നെ വേണ്ടത് മീഡിയം സൈസിലെ ഒരു 3 സവാള ഇതേപോലെ തീരെ കനം കുറച്ചിട്ട് നീളത്തിൽ ഒന്നും കൂടെ അരിഞ്ഞെടുക്കലാണ്. ഒരുപാട് കനമൊന്നും വേണ്ട കേട്ടോ. വെളിച്ചെണ്ണയിലിട്ട് നന്നായിട്ട് തന്നെ ഒന്നും കൂടെ ഫ്രൈ ചെയ്തെടുക്കാവേ. ഒരുപാടൊന്നും മുരിഞ്ഞു പോകണ്ട, ഈ ഒരു പാകത്തിന് മാത്രം കോരിയെടുത്താൽ മതി. കരിഞ്ഞു പോകാതെ പ്രത്യേകം ശ്രദ്ധിക്കണേ. അപ്പൊ ഇതാണ് നമ്മുടെ ഈ ചിക്കന്റെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ളത്. ഇനി ഒരു 3/4 കിലോ ചിക്കൻ എടുത്ത് നന്നായിട്ട് കഴുകി അതിലേക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ മഞ്ഞൾപ്പൊടിയും, മുളക് പൊടിയും, കുരുമുളക് പൊടിയും, അതേപോലെ തന്നെ ഗരം മസാലയും, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കൂടെ തന്നെ നമ്മുടെ കറിവേപ്പിലയും, അതേപോലെ തന്നെ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ഓണിയനും കൂടി ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും നമ്മളിപ്പോൾ ഫ്രൈ ചെയ്ത അതേ വെളിച്ചെണ്ണ തന്നെ ഒരു 2 ടേബിൾ സ്പൂണും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഇതെല്ലാം കൂടി കൈവച്ചതായി ഇതേപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കാവേ. അതിനുശേഷം അതേ പാനിലേക്ക് തന്നെ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കൂടി